ഫസ്റ്റ് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ടിഷ്യൂ പേപ്പറൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ട് ജസ്റ്റ് സ്കിന്നിലൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫെവിക്കോള് നമ്മുടെ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അത് അത്യാവശ്യം സമയം എടുത്തിട്ട് പതുക്കെ ബ്രഷ് കൊണ്ടിട്ട് ടെക്സ്ചർ നമ്മൾ ആക്കിയെടുക്കണമല്ലോ. തികയാത്ത സ്ഥലത്തൊക്കെ ഞാൻ പിന്നെയും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ചധികം ടെക്സ്ചർ വരുത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒന്നുകൂടി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയല്ലോ ലിക്വിഡ്, ഫെവിക്കോൾ ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഫിനിഷ് ചെയ്തു. അപ്പോൾ ചില പോർഷനിൽ ടിഷ്യൂ പേപ്പർ നല്ലപോലെ സോക്കായി മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ നീങ്ങിപ്പോവും നമ്മുടെ സ്കിന്നിൽ നിന്ന്. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ചെറിയ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു, അത് വെച്ചാൽ ഞാൻ ചെയ്തേ. അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നെക്കിൽ കുറച്ച് പോർഷനും കൂടെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഷോൾ ഇടുമ്പോൾ കാണത്തില്ല, എന്നാലും ഫിനിഷിങ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഐസിൽ ചെയ്യുന്നുണ്ട്. ഐസിൽ ചെയ്തപ്പോൾ എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണ് നല്ലതായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. ചൊറിഞ്ഞാൽ എല്ലാം പോവും. ഞാൻ പിന്നെ അതൊക്കെ അങ്ങോട്ട് കടിച്ച് പിടിച്ചങ്ങ് ഇരുന്നു. പക്ഷെ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് ഡ്രൈ ആക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. ഏറെക്കുറെ സെറ്റായിട്ട് വന്നപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ വെച്ച് ഫിനിഷ് ചെയ്തു. ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക് മിക്സിങ് ചെയ്യുന്ന ആ ഒരു ലിപ്സ്റ്റിക് പാലറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ കുറച്ച് കളേഴ്സ് ഇങ്ങനെ പിക്ക് ചെയ്തു പെട്ടെന്ന്. ഇതൊന്നും ശരിയാവുമെന്നൊന്നും അറിയില്ല, എല്ലാം ഒരു ഐഡിയ വെച്ചൊന്ന് ചെയ്യുക. ആദ്യം ഞാൻ റെഡും ഫൗണ്ടേഷനും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്തു. പിന്നെ റാൻഡം ആയിട്ട് കുറച്ച് കളേഴ്സ് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ബ്ലാക്ക്, ബ്രൗണ്, അതൊക്കെ കുറച്ചുകൂടെ സ്കിന്നി വന്നാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ചെറിയ ബ്രഷ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ണിന് മുകളിലുള്ളത് കുറച്ച് ഡ്രൈ ആവാൻ പാടായിരുന്നു. ഒരു വൈറ്റിഷ് കളർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആയായിരുന്നു. അറിയില്ല, എന്തോ ഒരു ഊഹത്തിനോട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തുമാത്രം സെറ്റായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് സംസാരിക്കാൻ കഴിയുക, ഇതിവിടെ ഒരു വലിവുണ്ട്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ശരിക്കും നിങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കൊന്ന് മനസ്സിലാവുക. ഒരു ഒറിജിനാലിറ്റി തോന്നണം എന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഐബ്രോസിൽ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു. പിന്നെ കണ്ണിൻ്റെ പീലിയിൽ ഞാനൊരു വൈറ്റ് ഷെയ്ഡ് കൊടുത്തു. കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നിയ പോലെ തോന്നി. അപ്പോൾ ഏറെക്കുറെ ഉള്ള ലുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും കണ്ണിൻ്റെ മുകളിലത്തെ സംഭവമൊക്കെ ഡ്രൈ ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ അവിടെയും ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. മുഖം ഒളിപ്പിക്കണം. വീടിനും വീട്ടുകാർക്കും ഞാനൊരു ഭാരമല്ലെന്ന് ഓരോ മിനിറ്റും സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം.